പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ്. മാനസികമായി പുതിയൊരു ഏറ്റുമുട്ടൽ നടക്കുകയാണ് ഇപ്പോൾ. മാനസ ഇനി എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെയും കൃഷ്ണൻ്റെയും വിവാഹം നടക്കണം എന്നുള്ള കാര്യം തുറന്നു പറയുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി. ഇതേ തുടർന്ന് കൃഷ് ഇത് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം ഞാൻ പലതവണ പറഞ്ഞതാണ്. നിനക്ക് എന്തുകൊണ്ടാണ് ആ കാര്യം മനസ്സിലാകാത്തത് എന്ന് എനിക്കറിയില്ല. ഇനിയും ഒരേ കാര്യം വീണ്ടും വീണ്ടും പറയാൻ എനിക്ക് വട്ടൊന്നുമില്ല. നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, നിന്നെ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല. എൻ്റെ പെണ്ണ് കൺമണി തന്നെയാണ്. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. നിനക്ക് വേണമെങ്കിൽ അത് വിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാം. ഇല്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചുകൊള്ളൂ. ഇതേ തുടർന്നാണ് വീട്ടിൽ അമ്മയുമായി എത്തിക്കൊണ്ട് മാനസ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ്. സാഗറും സുജയും എതിരാവുകയാണ് കൃഷിന്. എന്നാൽ കൃഷ് ആകട്ടെ സുജയെ ചെന്ന് കാണുന്നു. അമ്മേ, ഞാൻ സത്യങ്ങളെല്ലാം അമ്മയോട് തുറന്നു പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് എൻ്റെ സ്നേഹം മനസ്സിലാകാത്തത്? മോനെ, അപ്പോ മാനസയുടെ കാര്യമോ? അവർക്ക് നമ്മൾ പണ്ടേ വാക്ക് കൊടുത്തതല്ലേ? വാക്കല്ലേ അമ്മേ, അല്ലാതൊന്നുമല്ലല്ലോ. എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു. ആ കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ അംഗീകരിക്കാത്തത്? അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നതിനായി എത്തുന്നത്. പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ രണ്ടുപേരുടെ ജീവൻ തകർക്കരുത്. ജീവിതമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ ഈ പേടി വരുന്നത്. നമ്മൾ ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് എടുത്തു ചാടിയിട്ട് കാര്യമില്ലല്ലോ. അമ്മ അച്ഛനെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ശരി, ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് ട്രൈ ചെയ്തു നോക്കാം. ഞാനിനി നിന്നെ സഹായിച്ചില്ല എന്ന് വേണ്ടല്ലോ. ശരി അമ്മേ. ഇതേ തുടർന്ന് സുജ ചെന്ന് കാണുകയാണ് സാഗറിനെ. സാഗർ, ഈ വിവാഹം നടത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. സുജ, നീ എന്ത് വർത്തമാനമാണ് പറയുന്നത്? നമ്മൾ വാക്ക് കൊടുത്തതല്ലേ? വാക്ക് കൊടുത്ത കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അവരുടെ ജീവിതമല്ലേ ഏറ്റവും വലുത്. അതുകൊണ്ട് ഇപ്പോൾ കൃഷിന്റെ ആഗ്രഹത്തിന് കാര്യങ്ങൾ വിടുന്നതാണ് നല്ലത്. പിന്നെ കൺമണി, അവൾ നല്ലൊരു കൊച്ചല്ലേ? ആ കാര്യം കൃഷിന് സംശയമുണ്ടോ? സാഗറിന് സംശയമുണ്ടോ? ഇല്ല, അത് സത്യം തന്നെയാണ്. ഇതോടെ ഇനി എന്തായാലും കാര്യങ്ങൾ മുന്നിലേക്ക് പോകട്ടെന്നേ. എല്ലാം നമ്മുടെ മകന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. ഒടുവിൽ സാഗർ അതിന് സമ്മതിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.